പിന്നെ അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ ക്ഷേമ പദ്ധതികൾ കുടുംബത്തിന്റെ ക്ഷേമ പദ്ധതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സർക്കാർ ക്ഷേമ പദ്ധതി ഉണ്ട്. ഇപ്പം പെൻഷൻ ഒരുപാട് ഇപ്പം നമ്മുടെ യൂണിറ്റിൽ 10-30 ആൾക്ക് പെൻഷൻ വന്നിട്ടുണ്ട്. അതായത് 4 കാറ്റഗറി ആക്കിയിട്ടാണ് ഇപ്പം പെൻഷൻ സർക്കാർ കൊടുക്കുന്നത്. അതായത് എ കാറ്റഗറി വെച്ചാൽ 1000, അതായത് 50 ലക്ഷത്തിന് മുകളിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരി, ആ വ്യാപാരി 1000 രൂപ കൊല്ലത്തിൽ സർക്കാരിലേക്ക് അടക്കണം. ആ വ്യാപാരിക്ക് മാസാമാസം 1000 രൂപ പെൻഷൻ കിട്ടും. ബി കാറ്റഗറി എന്ന് വെച്ചാൽ 25 ലക്ഷം മുതൽ 50 ലക്ഷം വരെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ, അവർ 500 രൂപ അടച്ചാൽ അവർക്ക് മരണാനന്തര സഹായം 60,000 രൂപ കിട്ടും. പെൻഷൻ 600 രൂപ കിട്ടും. അതാണ് ബി കാറ്റഗറി. അതുപോലെ തന്നെ സി കാറ്റഗറി എന്ന് പറയുമ്പം പിന്നെ 5 ലക്ഷം മുതൽ 25 ലക്ഷം വരെയുള്ള വ്യാപാരികൾക്ക് പിന്നെ 200 രൂപ അടച്ചാൽ അവർക്ക് 40,000 രൂപ ഈ മരണാനന്തര സഹായം കിട്ടും. പെൻഷൻ 400 രൂപ. പിന്നെ ഡി കാറ്റഗറിയിൽ 5 ലക്ഷം വരെ പരിധി, 0 മുതൽ 5 ലക്ഷം വരെയുള്ള പരിധിയുള്ള വ്യാപാരികൾക്ക് അടക്കേണ്ട സംഖ്യ 150 രൂപ. അവർക്ക് പെൻഷൻ 400 രൂപ കിട്ടും. മരണാനന്തര സഹായം 30,000 രൂപ കിട്ടും. ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ ഒരുപാട് വ്യാപാരി വ്യവസായ അതുപോലെ തന്നെ നമ്മളെ കച്ചവട സംബന്ധമായിട്ട് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് അവർക്ക് വെൽഫെയർ സൊസൈറ്റി, മർച്ചൻസ് വെൽഫെയർ സൊസൈറ്റി നമ്മുടെ സ്വന്തം നിലനിൽപ്പുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ ഈ ചെറുവത്തൂർ ഈ മർച്ചൻസ് വെൽഫെയർ സൊസൈറ്റി ആരംഭിച്ചിട്ട് എത്ര കാലമായി? ആരംഭിച്ചിട്ട് ഏകദേശം ഒരു 10-20 കൊല്ലം. ഇതിനകത്തുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇതിനുള്ള വെച്ചാൽ വ്യാപാരികൾക്ക് ലോൺ കൊടുക്കുക. അതെങ്ങനെയാണ്? സെക്യൂരിറ്റി വേണ്ടേ? സെക്യൂരിറ്റി വേണം. അത് ചെക്ക് ലീഫ് കൊടുത്തിട്ട് അത് അവരുടെ പിന്നെ വരുമാനത്തിനനുസരിച്ചാണ് അവരെ കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കാൻ പറ്റും. ലോൺ എത്ര മുതൽ എത്ര വരെ കൊടുക്കുന്നു? അതായത് ഈ വെൽഫെയർ സൊസൈറ്റിയിൽ ഇപ്പം കൊടുക്കുന്നത് ഏറ്റവും മാക്സിമം കൊടുക്കുന്നത് 50,000 രൂപയാണ്. 50,000 രൂപ. അത് നമ്മൾ കാലാവധി ഉണ്ട്. നമ്മൾ 4 മാസം വരെ അതിന്റെ കാലാവധി 4 മാസം കൂടെ അടച്ചു തീർക്കണം. അത് ഒരു 2 മാസം കൂടെ അവധി കൊടുക്കും. 6 മാസം അടച്ചു തീർക്കണം. പലിശ നമ്മൾ എത്രയാണ്? പലിശ ബാങ്ക് പലിശ അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മർച്ചൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. S343. അത് വേറെ. അത് സാധാരണ ബാങ്ക് സിസ്റ്റമാണ്. അത് ബാങ്കിലത്തെ പിന്നെ ഓഫീസർമാരും അതുപോലെ തന്നെ ഭരണാധികാരികളും വന്ന് മാസം ചെക്ക് ചെയ്തിട്ട് പോകുന്ന സ്ഥാപനം. സഹകരണ സംഘത്തിന്റെ അങ്ങനെ അതെ. അതിൽ നിന്ന് പരമാവധി നമ്മളിപ്പം 50,000 കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 75,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് പൊതുജനത്തിന് ഇതിനകത്തുണ്ടോ? ഇല്ല, പൊതുജനത്തിനില്ല, മർച്ചൻസിന് മാത്രം. അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം നടത്തിപ്പോകുന്ന. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ചികിത്സ അത് പറഞ്ഞു. അതുപോലെ ഈ വിദ്യാഭ്യാസം, വ്യാപാരികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് നമ്മൾ. കാരണം വെച്ചാൽ SSLC അതുപോലെ +2 അങ്ങനെയുള്ള റാങ്ക് നേടിയ കുട്ടികൾക്ക്, പുറത്തുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. വ്യാപാരികളുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്ക് നമ്മൾ എല്ലാ വർഷവും തീർച്ചയായും ഏകദേശം ഒരു 10-30 വർഷക്കാലം ഈ സമ്മാനങ്ങൾ നിങ്ങൾ കൊടുത്തു. സമ്മാനങ്ങളല്ലാതെ ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കിപ്പോൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസമായി മെഡിക്കൽ ആയിരുന്നാലും എഞ്ചിനീയറിംഗ് ആയിരുന്നാലും BDS, B.Pharm, D.Pharm അങ്ങനെ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നുണ്ട്. അതുപോലെ വ്യാപാരികളുടെ മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ നിലവിലില്ല. ആലോചിച്ച് നോക്കാം നമുക്ക്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനം. എനിക്ക് അതുമാതിരി ഒരു 5 വർഷങ്ങൾ മുമ്പേ നമ്മൾ ഒരു വലിയൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തി. 2000 ആളെ സംഘടിപ്പിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പ്. അതായത് ചെറുവത്തൂർ മർച്ചൻസ് അസോസിയേഷൻ, മംഗലാപുരം യൂണിറ്റി ഹെൽത്ത് സെന്റർ, അവരുടെ ഏകദേശം 100ഓളം ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ വന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയൊരു പരിപാടി നടത്തി. 2000 പേർക്ക് മെഡിക്കൽ ക്യാമ്പ്. അത് ഈ വ്യാപാരികൾ മാത്രമല്ല, പൊതുജനങ്ങൾ, കംപ്ലീറ്റ് പൊതുജനങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായും ഒരു 10 വർഷക്കാലം പാവപ്പെട്ട ജനങ്ങൾക്ക് ഓണത്തിന് 5 കിലോ അരി വിതരണം. ഇപ്പൊ 2 വർഷമായി അത് നൽകുന്നില്ല. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് 2 രൂപക്ക് അല്ല അരി. അതുകൊണ്ട് ആ സംവിധാനം തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് ജൂൺ മാസത്തിൽ സൗജന്യമായി, അതായത് ഓരോ ക്ലാസ്സിലും 4, 5, 6, 7 അങ്ങനെ വരുന്ന ക്ലാസ്സുകൾക്ക് സൗജന്യമായിട്ട് പുസ്തക വിതരണം. അതും കുറെ കാലം നമ്മൾ വിതരണം ചെയ്തു. നോട്ട്ബുക്ക് വിതരണം ചെയ്തു. ഇപ്പൊ തൽക്കാലത്തേക്ക് 2 വർഷമായിട്ട് കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ എല്ലാ സ്ഥലത്തു നിന്നും അവർക്ക് പുസ്തകവും അതുപോലെ തന്നെ അരിയും കൊടുക്കുന്നുണ്ട്. നമ്മൾ സംഘടന തൽക്കാലത്തേക്ക് ഇനി കൊടുക്കുന്നില്ല എന്നല്ല, കൊടുക്കും. പിന്നെ ഇനി അതുപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതുപോലെ തന്നെ എല്ലാവരും കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പിന്നെ ഇതുപോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ മൂലധനം വേണം. ഇവിടത്തെ മൂലധനം ഇത് ഈ വ്യാപാരികളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണോ അതോ ഇതുപോലെ ചിട്ടികളോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ നടത്തുന്നുണ്ടോ? ഇല്ല, വ്യാപാരികളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ്. ചിട്ടി അങ്ങനെയുള്ള ഏർപ്പാട്. ചിട്ടിയുണ്ട്, പരസ്പര സഹായ നികുതി എന്ന് പറയും.
ചിട്ടി നിധി, കുറി പരസ്പര സഹായം. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ബിൽഡിങ്ങും നമ്മുടെ വ്യവസ്ഥയെല്ലാം അതിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഈ നമ്മുടെ ഇത് സ്വന്തമാണ്? ഇത് സ്വന്തമാണ്. ഇത് എത്ര സെന്റ്? ഇതിപ്പോൾ 5 സെന്റ്. 5 സെന്റ് ബിൽഡിംഗ്. മോളിലുണ്ട്. എത്ര സ്റ്റാഫുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? സ്റ്റാഫ് ഇപ്പോൾ 7 സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇതിന്റെ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവരെ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ വ്യാപാരികൾക്ക് വേണ്ടി മാത്രമല്ല പൊതുജനത്തിനും കൂടെ ഉപയോഗപ്രദമായ പലതരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും പൊതുജനത്തിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് വ്യാപാരി വ്യവസായ തീർച്ചയായിട്ടും സപ്പോർട്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിലക്കയറ്റം വരുന്ന സമയത്ത് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നമുക്ക് ഭാരവാഹികളുണ്ടെങ്കിൽ പ്രാദേശികമായിട്ട് ഈ യൂണിറ്റിൽ വിലക്കയറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടോ സാധാരണ ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുന്നതിനോ ഈ സമിതി എന്തെങ്കിലും അങ്ങനെയുള്ളത് മൊത്തത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം വെച്ചാൽ അത് ഏകദേശം ഒരു 10-25 വ്യാപാരികൾ ഒന്നിച്ച് കേന്ദ്രീകരിച്ച് കൊണ്ട് ഒരു ഷോപ്പ് തുടങ്ങി സാധാരണ ജനങ്ങളെ സഹായിക്കാവുന്ന രീതിയിൽ തുടങ്ങണം. പക്ഷെ അത് ആരും മുമ്പോട്ട് വരാത്ത സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ നമുക്കില്ല, വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ചെറുവത്തൂർ യൂണിറ്റിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ആ ഒരു അധികാരം വെച്ചിട്ട് സാറ് പിന്നെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം സാർ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ഇവിടെ ഈ യൂണിറ്റിൽ വരുത്തിയത്? പുതിയ കാര്യങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പം നല്ല നിലയിൽ തുറന്നു കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ വെൽഫെയർ സൊസൈറ്റി നല്ല നിലയിൽ തുറന്നു പോകുന്നുണ്ട്. സ്റ്റാഫ് സംസ്ഥാനത്ത് പോലും ഇല്ലാത്ത സ്റ്റാഫുകളാണ് നമ്മളെ യൂണിറ്റിൽ. 8ഓളം സ്റ്റാഫുകൾ സംസ്ഥാന കമ്മിറ്റി ഇതുവരെ ഇല്ല. ജില്ലയിൽ പോലും അത്ര സ്റ്റാഫുകളില്ല. ചെറുവത്തൂർ സംബന്ധിച്ചോളം, ജില്ലയെ സംബന്ധിച്ചോളം, സംസ്ഥാനത്തെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ചെറുവത്തൂർ യൂണിറ്റിലാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. പ്രവർത്തനത്തിൽ മികവ് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ആദ്യം വ്യാപാരി വ്യവസായ സംഘടന എന്ന രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു വാടക കെട്ടിടമാണ് നമ്മളുണ്ടായിരുന്നത്. അവിടെ സ്വന്തമായിട്ട്. അതെ, എൻ്റെ ഒരു പ്രസിഡന്റ് PP മുസ്തഫ, അദ്ദേഹം ചെറുവത്തൂർ മേഖലയുടെ പ്രസിഡന്റാണ്. ഇപ്പോൾ തൽക്കാലം നമ്മളെ പ്രസിഡന്റ് TP കണ്ടക്കോരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. PP മുസ്തഫ എന്ന് പറയുന്ന പ്രസിഡന്റ് 16 വർഷക്കാലം തുടർച്ചയായി നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡന്റായി. അപ്പോൾ സാറ് ഈ ഇവിടെ നടത്തുന്ന ഈ പുതിയ പരിഷ്കാരങ്ങളും അതുപോലെ പ്രവർത്തനങ്ങൾക്കൊക്കെ മറ്റുള്ള വ്യാപാരികളിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട്? നല്ല സപ്പോർട്ടാണ്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ ജീവനാണ്. ഞാൻ എല്ലാ വ്യാപാരികളും പോയി കാണുകയും വേണ്ടുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. നമ്മൾ വ്യാപാരികളെ സമരപരിപാടികൾ, അതുപോലെ ധർണാ സമരം, അതുപോലെ ഇപ്പം 27-ാം തീയതി പണിമുടക്ക് ഹൈവേയിൽ ധർണ നടത്താൻ തീരുമാനിച്ചാണ്. അത് ഇടതുപക്ഷം തീരുമാനിച്ചതുകൊണ്ട് നമ്മൾ 26-ാം തീയതി പന്തംകുളത്ത് പ്രകടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ദേശീയപാത വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള വ്യാപാരികളിൽ നിന്നും പൂർണ്ണമായ സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇനി അടുത്ത് ചോദിക്കാനുള്ള സാറിൻ്റെ കുടുംബമാണ്. ആരൊക്കെയാണ് വീട്ടിൽ? എൻ്റെ ഭാര്യ, ഒരു മകൻ, മകൾ. മകൻ എന്ത് ചെയ്യുന്നു? മകനിപ്പം BBA കഴിഞ്ഞ്. BBA ബിസിനസ് മേഖലയിൽ BBA അവന് താല്പര്യമുള്ളത് കൊണ്ട്, പക്ഷേ ബിസിനസ്സിലേക്ക് അവൻ കടന്നു വരുന്നില്ല. എൻ്റെ ഷോപ്പിൽ അദ്ദേഹം വരില്ല. അത് ഒരു കാരണം വെച്ചാൽ ഈ വ്യാപാരത്തോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് BBAക്ക് പോയത് കൊണ്ട് കടയിൽ നിൽക്കാനുള്ള കടയിൽ നാണക്കേട് വെച്ചാൽ അങ്ങനെ ആയിരിക്കാം. ഇനി അടുത്ത് MBAക്ക് പോകുന്നുണ്ട്. MBAക്ക് പോകുന്നില്ല. തൽക്കാലത്തേക്ക് അവനെ അന്യ രാജ്യത്തേക്ക് കൊണ്ടുപോകാനാണെന്നൊരു തീരുമാനം. അടുത്ത മകളിപ്പം എഞ്ചിനീയർ കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ഇടയിൽ കല്യാണം വന്നു. കോഴിക്കോടാണ് കല്യാണം കഴിച്ചത്. ഇപ്പം ഭർത്താവ് പിന്നെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതെ, മകള് കല്യാണത്തിന്റെ ഇടയിൽ എഞ്ചിനീയർ കഴിഞ്ഞു. പക്ഷേ 1-2 പിന്നെ എഴുതാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്. കുട്ടി ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. അതെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് പേട്ടയിലാണ് അവർ താമസം. തിരുവനന്തപുരം പേട്ടയിൽ അവിടെ നമ്മളെ SP-യുടെ വീട്, ശിശുപാലൻ എന്നയാളുടെ പേര്, ക്രൈംബ്രാഞ്ച് SP ആണ്. അയാളുടെ വീട്ടിൻ്റെ അപ്സ്റ്റേറിലാണ് ഇപ്പോൾ ഇവിടെ താമസം. ഭർത്താവിൻ്റെ ജോലി. അപ്പോൾ ഭർത്താവ് ജോലി കറക്കൂട്ടാണ്. അപ്പോൾ പേട്ടയിലാണ് ജോലി. അതെ, അവിടെ എയർടെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്.